തെറ്റുകൾ ആവർത്തിച്ച് സംഭവിച്ചു പോവാണ്. എന്താണ് പരിഹാരം? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആൽ ഇംറാനിലൂടെ പറയുന്ന ചില വല്ലാത്ത സുന്ദരമായ വരികളുണ്ട്. വല്ലദീന ഇദാ ഫഅലു ഫാഹിഷത്തൻ. ഒരാൾക്കൊരു നീചവൃത്തി സംഭവിച്ചു പോയി, അപ്പൊ തന്നെ എന്ത് ചെയ്തു? തദക്കറുല്ലാഹ്, അല്ലാഹുവിനെ ഓർത്തു. ആ തിന്മയുടെ ഗൗരവം മനസ്സിലാക്കിയിട്ട് അല്ലാഹ് എനിക്ക് പറ്റിപ്പോയി എന്നുള്ള ഒരു ചിന്ത ഹൃദയത്തിലേക്ക് വന്നു. എന്നിട്ടോ ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം, അവൻ അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിച്ച് മടങ്ങി. അപ്പൊ അല്ലാഹ് പറയാണ് വമയഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. അവൻ എങ്ങനെ ചിന്തിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് തൗബ ചെയ്താല് അവനിക്ക് ആ പാപം പുറത്തു കൊടുക്കാൻ ഞാൻ അല്ലാണ്ട് വേറെ ആരാ ഉള്ളത്? അല്ലാഹുവിന്റെ സ്നേഹം അറിയിക്കുന്ന മറ്റൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഒരാൾ തിന്മകൾ ആവർത്തിച്ച് ചെയ്തു, അയാളെ പറ്റിയിട്ട് അല്ലാഹുവിലേക്ക് മലക്കുകൾ പറയാൻ നേരത്ത് അല്ലാഹ് ചോദിക്കാണ്, അവനിക്ക് ആ തിന്മകൾ ആവർത്തിച്ച് ചെയ്യുമ്പോൾ പുറത്തു കൊടുക്കാൻ ഒരു റബ്ബ് ഉണ്ട് എന്ന് അവൻ മനസ്സിലാക്കിയിട്ടുണ്ടോ? എങ്കിൽ അവന്റെ ആ തിന്മകൾ മൊത്തം വായിച്ചു കളയാം. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്നേഹം, ഇഷ്ടം മനസ്സിലാക്കാം. ഇതൊരിക്കലും നമുക്ക് തിന്മകൾ ചെയ്യാനുള്ള പ്രോത്സാഹനമല്ല, മറിച്ച് അല്ലാഹ് പറയാണ് കുല്ലു ബനി ആദം ഖത്താ, എല്ലാ ആദമിന്റെ മക്കളും തിന്മകൾ ചെയ്യും, തെറ്റുകൾ ചെയ്യും. വഖൈറുൽ ഖത്താഇന അത്തവ്വാബൂൻ, തിന്മകൾ ചെയ്യുന്നവരിൽ ഏറ്റവും ഖൈറായിട്ടുള്ളവര് തവ്വാബീങ്ങളാണ്. ജീവിതത്തിൽ ഒരു തിന്മ സംഭവിച്ചു പോയാൽ നമ്മൾ 10 മടങ്ങ് ശക്തിയിൽ എന്ത് ചെയ്യണം? അല്ലാഹുവിലേക്ക് അടുക്കണം. ആത്മാർത്ഥമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് കുറേയധികം നമ്മൾ നന്മകൾ ചെയ്യണം. അങ്ങനെ നമ്മൾ ജീവിച്ചു പോകാൻ നേരത്ത് വീണ്ടും എന്ത് ചെയ്യാം? ചിലപ്പോൾ നമ്മൾക്ക് കാലിടറാം, വീണ്ടും തിന്മയിലേക്ക് പോകാം. 10 മടങ്ങ് ശക്തിയിൽ നമ്മൾ എന്ത് ചെയ്യാം? അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിക്കൊണ്ട് അല്ലാഹുവിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ട് ഇബാദത്തുകളിൽ മുഴുകാം.